വിശ്വാസങ്ങളുടെ പേരിൽ വിഘടിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മാതൃകയാണ് പവായ് ആസ്ഥാനമായ സുവർണക്ഷേത്രം. ദൈവങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് എന്നാണ് പ്രദേശവാസികളായ ചിലർ ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. ഹിന്ദുവിനും ക്രിസ്ത്യനും മുസ്ലിമിനും മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുമയോടെ പ്രാർത്ഥിക്കാൻ ഒരിടം. അതാണ് പവായി ലേക്കിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സുവർണ ക്ഷേത്രം. ऐसे भी ये मंदिर को हमने बहुत तकलीफ उठाई, जंगल को मंगल किया। क्यों मालूम है? कितना प्यार से किया मंदिर सबके लिए, एक जात एक मत एक धर्म है, वन गॉड वन कास्ट वन रिलीजन।
बोले क्या सबका आत्मा का प्यार लेके वो मंदिर बनाओ, दूध को ऐसा करके 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 करे पानी में साफ करेगा, वो ये फर्स्ट क्लास है ना, इसलिए किसके भी दिल दुखाने का नहीं है। अभी 2 लेक्चर मारा, ये मारा, इधर बहुत है, हम ओपन बोलने वाले, हमको कोई डर भी नहीं है। 6 പതിറ്റാണ്ടിനോടടുക്കിയാണ് ഈ ക്ഷേത്രം. ഒരുപക്ഷെ രാജ്യത്ത് ഇത്തരമൊരു ക്ഷേത്രം വേറെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. എല്ലാ വിശ്വാസികൾക്കും ഒരു കുടക്കീഴിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് തന്നെയാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട സവിശേഷത. മുംബൈ ഫാഷൻ ലോകത്തിന്റെ ഒടുങ്ങാത്ത വിസ്മയങ്ങളെ കോരിത്തെരപ്പോടെ നോക്കി നിൽക്കുമായിരുന്നു ഒരു പെൺകുട്ടി. മുംബൈ മലയാളിയായി ജനിച്ചു വളർന്ന് അവൾക്ക് മോഡലിംഗ് തന്നെയായിരുന്നു ജീവിത ലക്ഷ്യം. റാമ്പിന്റെ താളമായിരുന്നു സ്വപ്നങ്ങൾക്ക്. മിസ് കേരള റണ്ണറപ്പായി എത്തി നിൽക്കുമ്പോൾ ഒരു മോഡലിന്റെ ജൈത്രയാത്രയ്ക്കുള്ള തുടക്കമിടുകയായിരുന്നു കൊഞ്ചിത ജോൺ. ഇത് കൊഞ്ചിത ജോൺ. മുംബൈയുടെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് രാസായിൻ എന്ന ഉപനഗരത്തിൽ ജനിച്ചു വളർന്ന മലയാളി പെൺകുട്ടി. പരസ്യങ്ങളിലെ സുന്ദര നിമിഷങ്ങളിലെ നായികയായി, റാമ്പുകളിലെ ക്യാറ്റ് വാക്ക് നടത്താൻ, വെള്ളിത്തിരിയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് പറന്നുയരാൻ അവസരങ്ങളുമായി മോഡൽ രംഗം കുതിക്കുകയാണ്. മാതാപിതാക്കളുടെ പിന്തുണ കൊഞ്ചിതയുടെ ആഗ്രഹങ്ങൾക്ക് ചിറകുകൾ നൽകി. My family was very supportive. എൻ്റെ ഡാഡ് ആൻഡ് മോം ഇസ് ലൈക്ക് ചെറുപ്പം തൊട്ട് തന്നെ അവർക്കെന്ന ഒരു ആക്ട്രസ് ആക്കണം എന്ന് വളരെ ഒരു പാഷനേറ്റ് ആയിട്ടൊരു ചിന്ത ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഗ്രാജുവലി ഞാൻ അതേപോലെ തന്നെ എനിക്ക് ഡാൻസും പിന്നെ അങ്ങനെ ക്രിയേറ്റിവിറ്റി ഫീൽഡിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ ഡാൻസിലും പിന്നെ എന്താ പറയുക കുറേ ഡിബേറ്റ്, ഡെക്ലമേഷൻ, എക്സ്റ്റംപോർ അങ്ങനത്തെ ഒക്കെ പ്രോഗ്രാം ആൻഡ് കോമ്പറ്റീഷനിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വളരെ അവർ സപ്പോർട്ട് ചെയ്തു. 2013 മിസ് രാസായിനി, 2014 മിസ് ഫെയർ വേൾഡ് തുടങ്ങി സുന്ദരി പട്ടങ്ങൾ ലഭിച്ച ശേഷം കേരള ഫാഷൻ ലീഗ് സംഘടിപ്പിച്ച ഷോയിൽ 2015 മിസ് കേരള ഫസ്റ്റ് റണ്ണറപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. അന്ന് മിസ് പെർഫെക്റ്റ്, മിസ് ബ്യൂട്ടിഫുൾ സ്കിൻ തുടങ്ങി സബ് ടൈറ്റിലുകളും അർഹയായിരുന്നു കൊഞ്ചിത. വളരെ ചെറുപ്പം തൊട്ടന്നെ ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എനിക്കൊരു അംബിഷൻ ഉണ്ടായിരുന്നു, എന്തായാലും എനിക്ക് മിസ് കേരളയിൽ പോകണം. ദാറ്റ് വാസ് ലൈക്ക് ദ അൾട്ടിമേറ്റ് ഗോൾ. പിന്നെ കുറച്ച് വലുതായപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിലൊക്കെ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ മിസ് കേരള പേജ് ലൈക്ക് ചെയ്തു. പിന്നെ അവരുടെ എല്ലാം വിന്നേഴ്സും പിന്നെ ഗ്രൂമിങ് ടിപ്സൊക്കെ ഞാൻ കുറെ വായിക്കായിരുന്നു. അപ്പോൾ നാച്ചുറലി ഞാൻ ഇതിൽ വന്നപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. ഓഡിഷനിൽ ഞാൻ സെലക്ട് ആയപ്പോൾ ലൈക്ക് ടു ഹാപ്പി. മിസ് കേരള 2015 കലണ്ടർ ഷൂട്ടിലും പ്രമുഖ വനിതാ മാഗസിനിലെ ബ്രൈഡൽ ഷൂട്ടിംഗിലും ഭാഗമായതോടെ ഫാഷൻ രംഗത്ത് സൂക്ഷ്മമായ ചില സാങ്കേതിക ഘടകങ്ങൾ സ്വായത്തമാക്കാൻ കൊഞ്ചിതയ്ക്ക് കഴിഞ്ഞു. ഇതോടെ രാസായിനിലെ കൊച്ചു സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞു ഈ കൊച്ചുമിടുക്കി. ദക്ഷിണേന്ത്യയിലെ മുഖങ്ങൾക്ക് മോഡലിംഗ് രംഗത്ത് ഡിമാൻഡുകൾ ഏറെയാണ്. മികച്ച പരിശീലനവും അത്യാവശ്യം മോഡലിംഗ് ടിപ്സും അറിയാതെ ആർക്കും ഒരു നല്ല മോഡലാവാൻ സാധിക്കില്ല. ഒരു നല്ല മോഡലാകുവാൻ മുംബൈ നഗരം തന്നെ ഏറെ സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെ കൊഞ്ചിത പറയുന്നു. ഓഫ് കോഴ്സ് കാരണം എനിക്കിതങ്ങനെ പീപ്പിൾ ഹിയർ ആർ വെരി അക്സെപ്റ്റബിൾ. നിങ്ങളുടെ സ്റ്റൈൽ എന്തുമായാലും നിങ്ങളുടെ ഐഡന്റിറ്റി അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പം ഞാൻ മിസ് കേരളയിൽ പോയപ്പോഴും അവിടെ എല്ലാം സ്ട്രെയിറ്റ് ഹെയർസിൻ്റെ ഒരു പരേഡായിരുന്നു. എവ്രി വൺ ഇസ് ഹാവിങ് സ്ട്രെയിറ്റ് ഹെയർ. അപ്പോൾ എല്ലാവരും ഇത് എങ്ങനെ കെട്ടും, എങ്ങനെ സ്റ്റൈലപ്പ് ചെയ്യും. ബട്ട് ഐ വാസ് മാനേജിങ് ഇറ്റ് വെരി വെൽ. അപ്പോൾ എൻ്റെ ചുറ്റോറുള്ള ആൾക്കാരുടെ ഫാഷൻ സെൻസും പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അക്സെപ്റ്റൻസ് ചെയ്യുക, നമ്മുടെ ഐഡന്റിറ്റി അക്സെപ്റ്റൻസ് ചെയ്യുക, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ബോംബെയുടെ. ഇഷ്ടപ്പെട്ട മേഖലയിൽ കൂടുതൽ വിഹരിക്കാനും ഉന്നത പഠനത്തിനുമായി ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് കൊഞ്ചിത തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവസരോചിതമായ വസ്ത്രധാരണമാണ് സ്വീകരിക്കാറെങ്കിലും തന്റേതായൊരു കയ്യൊപ്പ് കാത്തുസൂക്ഷിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. മോഡലിംഗ്,
അവതരണം, അഭിനയം തുടങ്ങിയ കലകളിൽ മാത്രമല്ല നൃത്തത്തിലും പ്രത്യേക നൈപുണ്യം നേടിയിട്ടുണ്ട് കൊഞ്ചിത. I'm a learned classical dancer. 7 years ഞാൻ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് ക്ലാസിക്കൽ ഡാൻസിൻ്റെ. പിന്നെ ഇൻ സ്കൂൾ ഡേയ്സ് ഐ യൂസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എക്സ്റ്റെംപോർ, പിന്നെ ലോക്കൽ ഫെസ്റ്റിവൽസ്, യൂത്ത് ഫെസ്റ്റിവൽസ്. സോ നാച്ചുറലി ക്രിയേറ്റീവ് ഫീൽഡായിട്ട് ചെറുപ്പം തൊട്ട് ഇൻക്ലിനേഷൻ. എന്തായാലും സിനിമയിലേക്ക് വരാൻ തന്നെയാണ് മോഡലിംഗ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അങ്ങനെ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മോഡലിംഗ് ആയാലും ഓൺ ദ ജോബാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പം ആക്ടിങ് ഇസ് സംതിങ് വെരി സ്പോണ്ടാനിയസ്. സാമ്പാറും മീൻകറിയുമാണ് ഇഷ്ടവിഭവങ്ങൾ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേക നിബന്ധനകളൊന്നുമില്ല ഈ കൊച്ചു സുന്ദരിക്ക്. നോട്ട് മച്ച് ക്രേസി അബൌട്ട് ഫുഡ്. ലൈക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് സാമ്പാറും ഫിഷ് കറി. ലൈക്ക് എനി ടൈം. മൈ മെറ്റബോളിസം ഇസ് റിയലി ഗുഡ്. ഞാൻ പെട്ടെന്ന് അങ്ങനെ വെയിറ്റ് പുൾ ഔട്ട് ചെയ്യുന്ന ആളല്ല. ബട്ട് സ്റ്റിൽ ഐ ഗെസ് ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ഡാൻസിൽ വളരെ ഇൻവോൾവ് ആയ ഒരു പേഴ്സൺ ആണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് എഫക്റ്റിംഗ് മൈ ബോഡി ടു. ലൈക്ക് ഐ വോണ്ട് ബിക്കം ഓവർ വെയ്റ്റ്. നോ, യോഗ ഞാൻ ചെയ്യും. റീസെൻ്റ്ലി ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് യോഗ ആൻഡ് ഡാൻസ്. സോ ഐ ഗെസ് ഇറ്റ് ഹെൽപ്സ് മീ ടു മെയിൻറ്റെയിൻ മൈ പോസ്ചർ.